ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കർണാടകയിലെ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കുടക് എന്നറിയപ്പെടുന്ന കൂർഗ്. കുടകിലെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് ഓംകാരേശ്വര ക്ഷേത്രം. മടിക്കേരി നഗരമധ്യത്തിലാണ് ഓംകാരേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ പരമേശ്വരനാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ സംഹാരത്തിൻ്റെ ദേവനാണ് ശ്രീ പരമേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവൻ. പ്രധാന ക്ഷേത്ര കവാടത്തിന് മുന്നിലായി അതിവിസ്തൃതമായ ഒരു ക്ഷേത്രകുളമാണ്. ക്ഷേത്രകുളത്തിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. പക്ഷെ അതിന് ചുറ്റും ഗ്രില്ലിട്ട് മറച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാനോ ഒന്നും നമുക്ക് പറ്റില്ല. ഒരുപാട് മീനുകളുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്ഷേത്രക്കുളം നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാർപ്പ് ഫിഷിനെയാണ് അതിൻ്റെ ഉള്ളിലിട്ടിട്ടുള്ളത്. ക്ഷേത്രകുളത്തിൻ്റെ മധ്യത്തിലായി 4 വശങ്ങളോടുകൂടി ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ച ഒരു മണ്ഡപം കാണാവുന്നതാണ്. ലിംഗരാജേന്ദ്രൻ രണ്ടാമൻ തൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അവിചാരിതമായി ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ വധിക്കാൻ ഇടവന്നിരുന്നത്രേ. പിന്നീട് ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ ആത്മാവ് ബ്രഹ്മരക്ഷസായി രൂപമെടുത്ത് രാജാവിനെ ശല്യപ്പെടുത്തിയിരുന്നു പോലും. ഇതിൽ നിന്ന് രക്ഷ നേടാനായി രാജാവ് തപസ്സനുഷ്ഠിക്കാൻ നിർമ്മിച്ച ബൃഹത് നിർമ്മിതിയാണ് ഓംകാരേശ്വര ക്ഷേത്രം. തുടർന്ന് ലിംഗരാജേന്ദ്രൻ ആത്മീയ നഗരമായ കാശിയിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവന്ന് ഓംകാരേശ്വരൻ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ഇവിടെ പ്രതിഷ്ഠിച്ചു. നിർമ്മാണത്തിലെ വൈവിധ്യം കൊണ്ടും ചാരുത കൊണ്ടും ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് ഓംകാരേശ്വര ക്ഷേത്രം. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.